2 3 4 യോ 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 ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ഇട്ടാടാ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് ആ കൊച്ചു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരും എൻ്റെ ട്രൈപ്പോഡാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ട്രൈപ്പോഡ് വാങ്ങിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 250 രൂപ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ 250 രൂപക്ക് കൊടുത്തിട്ടാണ് ഞാൻ ആ ട്രൈപ്പോഡ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ട്രൈപ്പോഡ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ട്രൈപ്പോഡ്. ഞാൻ 250 രൂപ എടുത്ത് വാങ്ങിയതാണ്. ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ 250 രൂപ എടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് എഡിറ്റിംഗ് ആണ്. ഞാൻ ഏതിലാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അത് വേറെ ഒന്നിലല്ല, നമ്മളെ ഫോണിൽ തന്നെയാണ്. നമ്മളെ ഫോണിൽ ആകെപ്പാടെ 3 ആപ്ലിക്കേഷൻ ഞാൻ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ തമ്പനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുള്ളൂ. ഏത് വെച്ച് ഒന്ന് KINEMASTER ആണ് ഗൈസ്. അടിപൊളിയാണ്, ഫോണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആപ്ലിക്കേഷനാണ്. അതും വാട്ടർമാർക്ക് ഇല്ലാത്ത അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന SNAPSEED ആണ്. SNAPSEED പറഞ്ഞാൽ ഞാൻ വീഡിയോൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും സാച്ചുറേഷൻ കൂട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന അത് അടിപൊളി തന്നെയാണ്. തമ്പനയിലൊക്കെ വെക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വെക്കാൻ കഴിയും. പിന്നെയെന്ന് പറഞ്ഞാൽ PICSART ആണ്. ഈ PICSART സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് തമ്പനയിലും അതിൽ ആ തമ്പനയിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി തന്നെയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടാണ് ഞാൻ ക്യാമറ യൂസ് ചെയ്യണില്ലേ. സത്യം പറഞ്ഞാൽ ക്യാമറ ഉണ്ട്, പക്ഷെ ക്യാമറ താഴെ വീണ് പണിയായിപ്പോയി. എന്താ ചെയ്യുക, അത് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. അതിന് ഗൾഫിൽ പോയ സമയത്ത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അന്ന് എത്ര ദിറംസൊക്കെ കൊടുത്താതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ആ ക്യാമറ താഴെ വീണിട്ട് അതിൻ്റെ ബാക്ക് സൈഡത്തെ ലെൻസ് ഒന്നാകെ ഉള്ളോട്ട് കയറിപ്പോയി. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നന്നാക്കുന്നതിനെക്കാട്ടി അല്ല വേറെ ഒന്നും വാങ്ങണം. അപ്പം അങ്ങനത്തെ രീതിയിലായി പോയിക്കണം. അതിലിപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ നമ്മളത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാമറ ഇന്ത്യതല്ല, ഇപ്പം വാങ്ങിയതേനു. അപ്പോൾ അടിപൊളി ക്യാമറ, അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ അന്നൊക്കെ നല്ല സാധനം. ഇതിപ്പോൾ ഒരു 3 കൊല്ലം എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലാപ്ടോപ്പിനെ കുറിച്ചാണ്. ലാപ്ടോപ്പ് കഴിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിൽ ഞാൻ കുറേ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് വളരെ ടൈം എടുത്തിട്ടാണ് കയറുന്നത്. ഞാൻ അപ്പം തന്നെ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചിട്ടാണ് പോകുന്നത്. ഫിലിമോറ 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അത് കിടിലൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ്. ഞാൻ രാവിലെ 11 മണിക്ക് എങ്ങാനോ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതുവരെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടില്ല. ഡൗൺലോഡ് ആയിക്കുന്നു, പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ആയി വരുന്നില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചു തരട്ടെ. ഞാൻ അത് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാപ്ടോപ്പിലൊക്കെ ഞാൻ ചെയ്ത ഓരോ വീഡിയോസ് ഫുള്ള് ലാപ്ടോപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാർഡ് റൈഡറും അതുപോലെ തന്നെ അത് 4 പോർട്ട് അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ യൂസ് ചെയ്യില്ല. അതെനിക്ക് നല്ല ഉപകാരം വരുന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ എനിക്ക് ഉപകാരമായിട്ടുള്ള ഈ സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യത്തെ തന്നെ പറയുകയാണ് 4 പോർട്ട് USB ഹബ്ബാണ്. അടിപൊളി, നല്ല ഉപകാരപ്പെടുന്ന, എനിക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറയാനുള്ളത് USB കാർഡ് റീഡറാണ്. ഇതെന്താ, നമുക്കിതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കുത്താൻ കഴിയും. മെമ്മറി, അഡാപ്റ്റർ, അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കുത്താൻ സാധിക്കും. പിന്നെ എനിക്ക് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ മെമ്മറി കാർഡ് ഇടുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലാണ് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് കയറ്റല്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടാറുണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഈ ഒരു സംഭവം വരുന്നതിന് മുമ്പ്, ഈ ഒരു സംഭവം എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് പറയാൻ ഞാനിപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയാണ് സാധനം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെയെന്ന് പറയാൻ ലൈറ്റിംഗ് സെറ്റപ്പാണ്. ലൈറ്റിംഗ് സെറ്റപ്പ് പറയാൻ വലിയ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ സൺലൈറ്റിൻ്റെ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യൽ. അതിന് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നതാണ്. പിന്നെയെന്ന് പറയാൻ കുറച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇതിന് കുറേ ആൾക്കാർ കമൻ്റായിട്ട് ചോദിക്കേണ്ട യൂട്യൂബ് വീഡിയോ സെറ്റപ്പ് എന്താ കാണിക്കാത്തതെന്നുള്ള അങ്ങനെ ആരും ഇനി ചോദിക്കാൻ പിടിക്കൊന്നും വേണ്ട.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം.